നമസ്കാരം. കലോത്സവ നഗരികളിൽ ഇതുവരെ കണ്ടു പരിചയിക്കാത്ത കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുകയാണ്. അത് മറ്റൊന്നുമല്ല, കൗൺസിലേഴ്സാണ്. അവർ സ്കൂളുകളിലൊക്കെ പോയിട്ട് കുട്ടികൾ എന്തെങ്കിലും ചില മാനസിക സമ്മർദ്ദങ്ങളോ അവർക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് പറയാനാണ് ഈ കൗൺസിലർമാർ ശ്രമിക്കുന്നത്. മാത്രമല്ല, അവരുടെ മാനസിക പിരിമുറുക്കം അകറ്റാനും അവരുടെ മാനസികമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തിരികെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഇവർ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ആറ്റിങ്ങൽ റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ ഇവരുടെ സ്റ്റാളുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? രണ്ട് പേരാണ്. കാരണം ഇവർക്ക് എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഈ മത്സരമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ തർക്കമോ ഉണ്ടായിക്കഴിഞ്ഞാലും, അങ്ങനെ പ്രശ്നം ഉണ്ടായാലും, അല്ലെങ്കിൽ ഈ നഗരിക്കകത്ത് വെച്ചാലും കുട്ടിക്ക് എന്തെങ്കിലും സെക്ഷൽ ഹാരാസ്മെൻറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും രഹസ്യമായിട്ട് ഇവിടെ നിന്ന് പറയാം, പരിഹാരം ഇവരുണ്ടാക്കുന്നതാണ്. മാഡം, അങ്ങനെ ഏതെങ്കിലും ഒരു അപ്രോച്ച്മെന്റ് ഉണ്ടായോ കുട്ടികളുടെ ഭാഗത്ത് നിന്ന്? കുട്ടികളുടെ സ്ട്രെസ്സ് നമ്മളോട് വന്ന് ഷെയർ ചെയ്യാറുണ്ട്. കാര്യം എന്തെങ്കിലും വേദിയിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടാവുകയാണെങ്കിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർക്കൊന്ന് മാനസികോല്ലാസത്തിന് വേണ്ടിയിട്ടും ആത്മവിശ്വാസം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലേഴ്സാണ്. അപ്പോൾ നിലവിൽ ഡ്യൂട്ടി ചെയ്യുന്നത് ചെറിയങ്കീഴ് അഡീഷണൽ ICDSലെ 5 പേരാണ്. അപ്പോൾ ഇന്നലെ വരെ 5 പേരുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഷിഫ്റ്റ് അനുസരിച്ച് ഇന്നിപ്പോൾ രാവിലെ 2 പേര്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യും. ഞങ്ങൾക്ക് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലാണ് ട്രെയിനിങ് തരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ വിദ്യാർത്ഥികളെ സങ്കല്പിക്കുക, അപ്പം ഞാൻ വന്നിട്ട് എനിക്കൊരു സെക്ഷൽ ഹാരാസ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? കുട്ടിക്ക് ആദ്യം നമ്മളൊരു മാനസിക പിന്തുണ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കും. അത് ഫോളോ അപ്പ്, നിരന്തരം കുട്ടിക്ക് ഫോളോ അപ്പ് കൊടുത്ത് കുട്ടിയെ ഒരു ലെവലിലേക്ക്, അതായത് നമ്മൾ എവിടെയൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്താലുള്ള കാര്യങ്ങളും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും കേസുകൾ വന്നിട്ടുണ്ടോ? ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതെ, ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാനച്ഛൻ്റെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധ്യാപകരിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലും കുട്ടികൾ പറയാറുണ്ട്. അങ്ങനെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടും ഉണ്ട്. അങ്ങനെയുള്ള കേസുകളുണ്ട്. അങ്ങനെ ഒരു കേസൊന്നും വന്നിട്ടില്ല. മാനസിക സമ്മർദ്ദം മൂലം കുട്ടികൾ വരുന്നുണ്ട്, മാതാപിതാക്കൾ വരുന്നുണ്ട്. അതെ, അവർക്ക് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മാതാപിതാക്കൾക്കാണ് കുറച്ച് കൂടുതൽ സ്ട്രെസ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട്. നമ്മൾ കുട്ടികൾ അവർക്ക് മാനസികോല്ലാസത്തിന് വേണ്ടിയിട്ടും കുറച്ച് സ്ട്രെസ് റിലീസിങ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസും ഒക്കെ ചെയ്യുന്നുണ്ട്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. വരുന്ന കുട്ടിയുടെ ആ ഒരു ഇതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളെ ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പോൾ പിരമിഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പോലെ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ട് അഭിപ്രായമൊക്കെ എഴുതുന്നുണ്ട്. അങ്ങനെ ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതുവരെ കണ്ട് പരിചയിക്കാത്തൊരു കാഴ്ച, അങ്ങനെ ഒരു സ്റ്റാളും കൂടി, അങ്ങനെ ഒരു ഓഫീസും കൂടി ഈ ഒരു ഉത്സവ നഗരിയിൽ തുറന്നിട്ടുണ്ട്. ഞങ്ങൾ തന്നെ കണ്ടു, ഈ പറഞ്ഞ കുട്ടികളെക്കാളും കൂടുതൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെയാണ് ടെൻഷൻ കൂടുതൽ. അവർക്കും കൂടി ഇവർ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം, പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം. എന്തെങ്കിലും ആരോടും തുറന്നു പറയാനില്ലാതെ വീർപ്പ് കൂട്ടുന്ന ബാല്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയാൻ ഒരു വാതിൽ തുറന്നത് വളരെ അനുകരണീയമായ ഒന്ന് തന്നെയാണ്. സ്പേസ് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.